അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ വാഖിഅ 76 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് 77ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹു ലഖുർആനുൻ കരീം. ഇന്നഹു ലഖുർആനുൻ കരീം. ഇന്ന നൂൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട് അല്ലേ? നമുക്കറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതുമാണ്. നന്നായിട്ട് മണിച്ചു കൊടുക്കണം. ഇന്ന. ഓക്കെ. ഇന്നഹു ഹഇൻ്റെ കൂടെ ഹ ലമീർ എന്നാണ് ഈ ഹഇന് പറയുക കേട്ടോ. ഈ ഹഇൻ്റെ കൂടെ കുഞ്ഞു വാവ് വന്നിട്ടുണ്ട്. അവിടെ എന്താ ചെയ്യേണ്ടത്? രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ലഖുർആനു. ലഖു ഓഫാണ്, ശ്രദ്ധിക്കണം. ഓ ഓ നാവിൻ്റെ മുരട് ഭാഗം. ലഖുർആ ഹംസേൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടനക്കം നീട്ടി കൊടുക്കുക. ഖുർആനു കരീം. ഇവിടെ നോക്കൂ, ഈ തെൻവീന് വന്നിട്ടുള്ളത് രണ്ടും ഒരുമിച്ച് ഒട്ടിച്ചേർന്നിട്ടല്ല വന്നിട്ടുള്ളത്, രണ്ടും വേറെ വേറെയാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? നുൻ എന്ന് വ്യക്തമാക്കിയിട്ട് നമുക്ക് ഓതാൻ കഴിയില്ല, രണ്ടും വേറെ വേറെ വന്നത് കാരണം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഓതും? നൂ. നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയും ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് നൂ നൂ. ഓക്കെ. ഇങ്ങനെ മറച്ച് മണിച്ചോദണം. ഇതിന് പറയുന്ന പേരെന്താണ്? നമ്മൾ പഠിച്ചതാണല്ലോ, ഇഖ്ഫ. ഇഖ്ഫ എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. കരീം. കരീം എന്നോതരുത് കേട്ടോ, കാഫാണ്. കാഫിനൊരു ചെരിവ് വേണം കേട്ടോ. കരീം. ഓക്കെ, നീട്ടി ഓതുക. അടുത്തതായിട്ട് 78ാമത്തെ ആയത്ത്. ഫീ കിതാബിൻ മക്നൂൻ. ഫീ ഫഇൻ്റെ കൂടെ ഈ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. ഫീ കിതാബി. താൻ്റെ കൂടെയും നമ്മുടെ മദ് അസ്ലി രണ്ടനക്കം നീട്ടുക, സാധാരണ മദ് കേട്ടോ. അപ്പം രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. കിതാബിം. തെൻവീന് ശേഷം വന്നിട്ടുള്ള ലെറ്റർ ഏതാണെന്ന് നോക്കൂ, മീമാണ് അല്ലേ? നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ്, മനഃപ്പാടമാക്കിയതാണ്. എന്താണ്? തെൻവീന് ശേഷം മീമു വന്നാൽ എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം എന്നല്ലേ? അപ്പം നമ്മൾ എങ്ങനെ ഓതും ഇവിടെ? കിതാബിം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. ഇതിനൊരു പേരുണ്ടല്ലോ, എന്തായിരുന്നു? ഇദാം ബിഉന്ന. മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക. പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇദാം ബിഉന്ന എന്നാണ് പറയുക മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുന്നതിന്. ഓക്കെ. മക്നൂൻ. മഖ് കാഫിന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. മഖ്. മക്നൂൻ മദ് ആരിലാണ്. 2 ഹറക്കത്ത് മുതൽ 6 ഹറക്കത്ത് വരെ നീട്ടി ഓതി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. അടുത്തതായിട്ട് 79ാമത്തെ ആയത്ത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ലാ എന്ന് പറയുമ്പോൾ ലാമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, മദ്ദും ഉണ്ട് അല്ലേ കൂടെ. അപ്പോൾ രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക, ഒന്ന് കനപ്പിച്ചൊടുക്കുകയും ചെയ്യുക. ലാ യമസ്സുഹു. ലാ യമസ്സു. സീൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചൊടുക്കുക കേട്ടോ. സു. യമസ്സുഹു. ഹന് ശേഷം മദ് വന്നിട്ടുണ്ട് അല്ലേ? നമ്മളവിടെ എന്ത് ചെയ്യണം? 5 അനക്കം നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. യമസ്സുഹു. ഓക്കെ. ഇല്ലൽ. ലാമിൻ്റെ മുകളിൽ ശ്രദ്ധ ഉണ്ട്, ഒന്ന് കനപ്പിക്കണേ. ഇല്ലൽ മുതഹ്ഹറൂൻ. ഉയർത്തി പറയണം കേട്ടോ.
മുതഹ്ഹറൂൻ. ഹന്റെ മുകളിൽ ശ്രദ്ധയുണ്ട് കേട്ടോ, ഒന്ന് കനപ്പിക്കണേ. ഓക്കെ, മുതഹ്ഹറൂൻ നീട്ടി ഓതി നിർത്തുക കേട്ടോ. അടുത്തതായിട്ട് 80-ാമത്തെ ആയത്ത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ. തജ്വീദ് ഒന്ന് നോക്കാം. തൻസീലു, നൂന്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ. തൻസീലു എന്നോതാൻ നൂന്റെ മുകളിൽ സുക്കൂനില്ല. അപ്പം നമ്മൾ അവിടെ എങ്ങനെ ഓതും? നൂനിന് നാവ് മുകളിൽ തട്ടാതെ മറച്ച് പിടിച്ച് മണിച്ചാണ് ഓതുന്നത് അല്ലേ. തൻ എന്ന് ഓതുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിന് പറയുന്ന ഒരു പേരുണ്ടല്ലോ, എന്തായിരുന്നു? മറച്ച് മണിച്ചോതുന്നതിനൊരു പേര് പറയുമല്ലോ, ഇഖ്ഫ ആണ്. ഇഖ്ഫ, മറച്ച് മണിച്ചോതുക. ഓക്കെ, അവിടെ വ്യക്തമാക്കാതെ അവ്യക്തമാക്കിക്കൊണ്ട് മറച്ച് പിടിച്ച് മണിച്ചോതുക. അപ്പൊ എങ്ങനെയാവും? തൻസീലു. ഓക്കെ, ഇവിടെ യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. തൻസീലും മീ. ഇവിടെ നോക്കൂ, തെൻവീനു ശേഷം വന്നിട്ടുള്ള ലെറ്റർ മീമാണ്. നമ്മൾ മുൻപും പഠിച്ചു, മീമു തെൻവീനു ശേഷം മീമു വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം എന്ന് പഠിച്ചു അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുന്നതിനൊരു പേരില്ലേ, നമ്മൾ പഠിച്ചില്ലേ, എന്തായിരുന്നു? ഇദ്ഗാം ബിഉന്ന. ഇദ്ഗാം ബിഉന്ന. ഓക്കെ, പേരുകളൊക്കെ നമ്മൾ ഒന്ന് എഴുതി നോട്ടിൽ എഴുതി വെച്ചാൽ നമുക്ക് വേഗം ഓർമ്മ വരും കേട്ടോ. ഇദ്ഗാം ബിഉന്ന എന്നാണ് പറയുക കേട്ടോ. മിർ റബ്ബി. നോക്കൂ, മിർ റബ്ബി. ഇവിടെ നൂന്റെ മുകളിൽ സുക്കൂനൊന്നും ഇല്ല അല്ലേ. നൂനിന് ശേഷം വന്നിട്ടുള്ള ലെറ്റർ ഏതാണ്? റോ ആണ്. ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ നൂനിന് ശേഷം, സക്കിനായ നൂനിന് ശേഷം ലാമോ റോ വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കാൻ പാടില്ല എന്നല്ലേ. എങ്ങനെ ഇവിടെ ഓതുക? മിർ റബ്ബി, മിർ റബ്ബി അല്ലേ. മിർ റബ്ബിൽ ആലമീൻ, മിർ റബ്ബിൽ. അപ്പോൾ എന്ത് ചെയ്യുക? മണിക്കാതെ കൂട്ടിച്ചേർക്കുക. ഇതിനൊരു പേരുണ്ടല്ലോ, എന്തായിരുന്നു മണിക്കാതെ കൂട്ടിച്ചേർക്കുന്നതിന്? ഇദ്ഗാം ബിലാ ഉന്ന. ഇദ്ഗാം ബിലാ ഉന്ന. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, ബിലാ ഉന്ന മണിക്കാതെ കൂട്ടിച്ചേർക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിർ റബ്ബിൽ ആലമീൻ. ഓക്കെ, ആലമീൻ നന്നായിട്ട് നീട്ടി ഓതി നിർത്തുക കേട്ടോ. 81-ാമത്തെ ആയത്ത് അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. തജ്വീദ് ഒന്ന് നോക്കാം. അഫബിഹാദൽ. ഇവിടെ നോക്കൂ, ഹാന നീട്ടാനുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. അഫബിഹാദൽ. ദാക്ക് ഇവിടെ നീട്ടാനുള്ള അലിഫ് മദ് ഉണ്ട്, പക്ഷെ ഇവിടെ എന്ത് ചെയ്യില്ല, നമ്മൾ അവിടെ നീട്ടി ഓതില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട്. ഹംസത്തുൽ വസ്ലിന് മുന്നേ നീട്ടാനുള്ള മദ്ദക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യില്ല? നീട്ടില്ല. പകരം എന്ത് ചെയ്യും? കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും. അഫബിഹാദൽ എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും കേട്ടോ. അഫബിഹാദൽ ഹദീസി. ഹദീസി. ഇവിടെ യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കണേ. ഹദീസി. സ ആണ്. സ നമ്മൾ പറഞ്ഞു നാവിൻ്റെയും നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിൽ വേണം സ എന്ന് ഉച്ചരിക്കാൻ. ഹദീസി, ഹദീസി. ഓക്കെ. തും. ഇവിടെ നൂനാണ്, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, അവിടെ ഇഖ്ഫ ആണ്. നൂനെ മറച്ച് മണിച്ചോദനം കേട്ടോ. തും, തും. മീമിന് ശേഷം മീമു വന്നാൽ എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. അത് മീമിൻ്റെ ഒരു നിയമമാണ് കേട്ടോ. മീമിൻ്റെ ഒരു നിയമങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ, മീമിന് ശേഷം മീമു വന്നാൽ അത് പ്രത്യേകിച്ച് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണല്ലേ. നമ്മൾ കുറേ സൂറത്തുകളിൽ ഓതി. അപ്പോൾ മീമിന് ശേഷം മീമു വരുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക. അത് തന്നെ, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ, മീമിന് ശേഷം മീമു വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക. തും. ഓക്കെ.
മുദ്. ദാലിന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. കാരണം എന്താണ്? കൽക്കലയുടെ ലെറ്റർ ആണ് ദാല്. മുദ് ദ്. മുദ്ഹിനൂൻ. മദ് ആരിലാണ്, നന്നായിട്ട് നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.